എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് 2027 നടക്കാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് വീട്ടമ്മമാർക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ട്, 2027 നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം സൃഷ്ടിക്കണം, ഈ പറഞ്ഞിരിക്കുന്ന M.Tech-ഉം B.Tech-ഉം അതുപോലെ തന്നെ PG-യും അതേപോലെ ഡിഗ്രിയും ഒക്കെ പാസ്സാക്കി അല്ലെങ്കിൽ പാസ്സായില്ലേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്താണ് പഠിച്ച് കുറച്ച് സെറ്റ് ഉണ്ട്, അല്ലാതെ നമ്മൾ സ്വയമായിട്ട് നമുക്ക് ഇഷ്ടത്തോടു കൂടി നമ്മൾ എടുത്തൊരു കോഴ്സ് പഠിച്ചതിന് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി എന്നാ ഇനി ഒന്നിനും വേണ്ട നമുക്ക് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് ഒരു ചോദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ. നമ്മൾ പഠിച്ചതും നമ്മൾ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അലമാരയുടെ അകത്തും അല്ലെങ്കിൽ കട്ടിലിന്റെ അടിയിൽ അല്ലെങ്കിൽ ബെഡിന്റെ അടിയിൽ സൂക്ഷിക്കാനുള്ളതാണോ? അതോ നമുക്ക് എന്താ വേണ്ടത്? ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിലെങ്കിലും നിങ്ങൾ തിരിച്ച് ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്? അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവരെ ഒരുപാട് ആഗ്രഹത്തിൽ നമ്മളെ വളർത്തി വലുതാക്കിയതിനു ശേഷം നമ്മളൊരു നല്ല നിലയിൽ എത്തുന്നത് അവർക്ക് കാണണ്ടേ? വീട്ടു ജോലികളും ചെയ്ത് കുട്ടികളെയും മാത്രം നോക്കി നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടേണ്ടവരല്ല. നമ്മളുടെ കാലിബർ, നമ്മളുടെ കഴിവ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടവരാണ്, അല്ലെ? ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരുപാട് പേരുണ്ടാവും, ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാകും. പണ്ട് നമ്മുടെ വുമൻ സെല്ലിന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, NSS-ലൊക്കെ ആക്റ്റീവായിട്ട് നിന്ന പല ലേഡീസും ഉണ്ട്. അവരൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എവിടെയെങ്കിലും നിങ്ങൾ എത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ കരിയർ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ LDC തന്നെ അല്ലെങ്കിൽ പോലും ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ ലൈഫിൽ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു മൊമെന്റിൽ ആ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ പോയിക്കോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു അമ്മയായിരിക്കുക, ഒരു വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കഴിവാണ്, അതൊരു സ്കില്ലാണ്. അത് നമ്മൾ ആരും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. നമ്മളെ തന്നെ വേണം അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്. പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, പഠിക്കാനിരിക്കുന്ന സമയത്ത് കുഞ്ഞ് കരയുന്നു, നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്ന ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആവും, നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു മെത്തേഡിലൂടെ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്ത് നമ്മൾ തന്നെ സ്നേഹിച്ച് നമുക്ക് പറ്റുമെന്നുള്ളത്, അതായത് നമ്മൾ സ്നേഹിക്കാൻ മറ്റാരും വേണ്ട, നമ്മളെ ഹാപ്പി ആക്കാൻ നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി. ആ ഒരു മൊമെന്റിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ലടാ. നമ്മൾ ഈ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു പറയുന്ന LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പം നിങ്ങളോട് പറയാം, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും, ഒരുപാട് ആൻസൈറ്റി വരും, ഒരുപാട് ഡിപ്രഷൻ വരും, പഠിക്കുന്നത് മറന്നു പോകുക, കുഞ്ഞുങ്ങള്, പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാവും. ഇത് നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടി. ഇത് നിസ്സാര കാര്യം, എളുപ്പത്തിൽ കിട്ടുന്നൊരു കാര്യമല്ല. അതിനുവേണ്ടി സ്മാർട്ട് വർക്ക് ചെയ്യണം. അപ്പോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ എഴുതി ഒട്ടിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ടൊരു സിലബസ് ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിൽ എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട എന്നുള്ളൊരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു മൊമെന്റിൽ നമുക്കിനി അടുത്ത വർഷമാണ് എക്സാം വരുന്നത്. അപ്പൊ അതുവരെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അടിസ്ഥാനം അല്ലെങ്കിൽ ബേസ് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ആ ബേസ് സെറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടത്? 5 മുതൽ 10 വരെയുള്ള SSCRT സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, കറണ്ട് അഫയേഴ്സിന് വേണ്ടി പത്രവാർത്തകളോ അഥവാ ടെലഗ്രാം ചാനലുകളോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു കോച്ചിങ്ങോ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഏറ്റവും BSCയുടെ ബുള്ളറ്റിനോ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആയിട്ടുള്ളതോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനം തുടങ്ങാം. അതിൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യമേ നിങ്ങൾ നോക്കേണ്ടത് ടോപ്പിക്, ഇപ്പൊ നമ്മൾ ഒരു ഫിസിക്സില് അല്ലെങ്കിൽ ഒരു കെമിസ്ട്രിയില് നമ്മളൊരു ആറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിൽ ആറ്റവുമായി ബന്ധപ്പെട്ട 5 മുതൽ 10 വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്കിൽ ഏത് ചാപ്റ്റേഴ്സ് ഉണ്ട് അത് ഐഡന്റിഫൈ ചെയ്യുക. അത് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇനി ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നോട്ട് പ്രിപ്പയർ ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ നമ്മളൊരു കോച്ച്, ഇപ്പൊ നമ്മുടെ AZB അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ടത്, അതായത് 150 ദിവസത്തേക്ക് നമ്മൾ സ്റ്റഡി പ്ലാൻ ഇട്ടേക്കാണ്. ആ 150 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു എക്സ്ട്രാ 50 കൂടെ നിങ്ങൾക്ക് പോകും. 200 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. കംപ്ലീറ്റ് സിലബസും റിവിഷനും നിങ്ങൾക്ക് അതിനുള്ളിൽ കഴിയാവുന്നതാണ്.
അപ്പൊ ക്ലാസ് കാണുന്ന സമയത്ത് ക്ലാസ് കാണാൻ പറ്റുന്നുണ്ട്, പിന്നീട് പഠിക്കുന്നുണ്ടോ അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ക്ലാസ് കണ്ടു തീർക്കാനുള്ള ടൈമേ ഉള്ളൂ, പിന്നീട് അത് പഠിക്കാൻ ടൈം ഇല്ലെന്ന. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം ക്ലാസ് കാണുക, അതിന്റെ PDF എഴുതാൻ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ അതൊരു ഫോൾഡറിലോ അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തിടുക. മറന്നു പോകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം അത് പഠിച്ച് മോക്ക് ടെസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുക. അതിൽ ആ ടോപ്പിക്കിന്റെ എക്സാം എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആ എക്സാം അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രം ഡേ 2ലേക്ക് പോവാം. അങ്ങനെ ഓരോ ഡേയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു 10 ഡേ ആകുമ്പോൾ അതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട് ഈ ഒരു OMR ബുക്ക് ഉണ്ടാകും. ഈ OMR ബുക്ക് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പൊ ഈ OMR ബുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇതിന് നിങ്ങൾക്ക് കോച്ചിങ് എടുക്കാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പഠന സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇനി ടൈമിന്റെ കാര്യമാണ് ഏറ്റവും കാര്യമായിട്ട് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് വെക്കേഷൻ വരികയാണ്, അതിന്റെ കൂടെ തന്നെ കുട്ടികളുടെ മാനേജ്മെന്റ്, വീട്ടിലെ കാര്യം, നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് ഉണ്ടാകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയത്തെ കാര്യത്തിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ വീട്ടമ്മമാർക്ക്, സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നൊരു ടൈം ഉറങ്ങുന്നതും എഴുന്നേക്കുന്നതായിരിക്കും. മക്കളുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, വേണം, ഡെഫിനറ്റ്ലി അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട്, ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും. അതുകൊണ്ട് തന്നെ അതിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ഹെൽപ്പ് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുക. ഇൻ കേസ് ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടില്ല, മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതാണ് എനിക്ക് പഠിക്കണം, മക്കൾ ഇതാണ്. എനിക്ക് കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവരുടെ ഒരു ഉറക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ പഠനവും ഇതുകൂടെ നോക്കരുത്. അവരെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട് കുറച്ചൊരു ദിവസം നിങ്ങൾ 2-3 ദിവസം എടുത്ത് അവരെ ഒന്ന് ആ ട്രെയിൻഡ് ആക്കുക, ഉറക്കം കാര്യങ്ങളൊക്കെ സ്ട്രെയിൻ ആക്കിയിട്ട്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഫോളോ ചെയ്തിട്ടുള്ള കാര്യമാണ് ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾ ക്ലാസ് കേൾക്കാനായിട്ട് നിങ്ങൾക്കൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങിക്കുക, തൂക്കുമ്പോഴും അടിക്കുമ്പോഴും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധ കിട്ടില്ലെന്ന്, ആ സെയിം ക്ലാസ് തന്നെ മതിയിടോ, അത് തന്നെ നിങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിൽ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. കുക്കിങ്ങിന്റെ സമയത്ത് യൂസ് ചെയ്യാം, അതുപോലെ തുണി മടക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ക്ലാസ്സുകൾ കേൾക്കാൻ, റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ചെയ്യുക. അതുപോലെ രാത്രിയിൽ ഒരു 8 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 10 മണിയോട് അടുപ്പിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഒരു 1 അവർ എങ്കിലും നിങ്ങൾക്ക് രാത്രി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് ചെയ്യുക. മാത്സ് എഴുതി തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. ഇത് ഒരു ദിവസം കഴിയും, 2 ദിവസം കഴിയും, അങ്ങനെയെങ്കിലും നിങ്ങൾ അത് പോവും. അപ്പൊ ഞാൻ പറയുന്നത് ഇരുന്നില്ലെങ്കിൽ പിന്നെ പോകും. നമ്മൾ ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇരുന്ന് പോവുകയാണെങ്കിൽ അത് നിങ്ങളൊരു ഹാബിറ്റ് ആയിട്ട് പോയിക്കോളൂ. 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക, മുടങ്ങാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന പോലെ തന്നെ 150 ദിവസം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതുപോലെ സയൻസ്, അങ്ങനെ ഓരോ ടോപ്പിക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന കോഴ്സിൽ പോകുന്നത്. വെയിറ്റേജ് ഉള്ളതാണ് ആദ്യത്തെ ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഇനി ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അക്കാഡമീസ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്, ഓൺലൈനായിട്ട്. അപ്പം നമ്മളുടെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള മെന്റേഴ്സ് ഉണ്ടാവും. ഓരോ ദിവസവും നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു പോകാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ എക്സാം, സെക്കൻഡ് ഡേ അതിന്റെ എക്സാം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ 100% നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ലൈവിൽ കൂടുതലായിട്ടും MCQസും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ ടോപ്പിക് PYQസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സമയമില്ലാത്തവരാരും ഇങ്ങോട്ട് വരണ്ട, എക്സ്ക്യൂസസ് എനിക്ക് കേൾക്കുക വേണ്ട. നമ്മുടെ മെന്റേഴ്സിനോട് ഞാൻ പറയുന്നത് തന്നെയാണ്, നമ്മുടെ മെന്റേഴ്സ് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറയുന്നതാണ്, എനിക്ക് എക്സ്ക്യൂസ് കേൾക്കണ്ട, നിങ്ങൾ പഠിച്ചില്ലാത്ത പറയുമ്പോൾ അത് ഇത് നിങ്ങൾ പഠിച്ചില്ലാത്ത ശരി, ഇനി എപ്പോൾ നിങ്ങൾ പഠിക്കും, ഇനി എപ്പോൾ അടുത്ത മാർക്ക്, ഇപ്പം നമുക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവർക്കൊരു ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർക്കിട്ട് റീടെസ്റ്റ് ഇടുകയാണ്. അപ്പൊ അതുപോലെ തന്നെ പഠിക്കാൻ തയ്യാറായിട്ട് നമ്മുടെ കൂടെ ലൈഫിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, AZB അക്കാഡമിയിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നമ്മളുണ്ടാകും. അപ്പോൾ വീട്ടമ്മയിൽ നിന്ന് ഒതുങ്ങി നിൽക്കേണ്ടവരല്ല, നാളെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി അരങ്ങത്തേക്ക് വരേണ്ടവരാണ് നിങ്ങളെന്ന് സ്വയം മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.